പ്രകൃതിക്കോലും മനസ്സിലായി ഇത് വിഷമാണെന്ന്. ഏറ്റവും വലിയ കാക്കയാണ് നീർക്കാക്ക മുങ്ങിത്തപ്പണം, അവന് പോലും വേണ്ട. പട്ടിണിയിലായിട്ട് ഇപ്പം അവർ നോക്കിയിരിക്കണ. വിഷവെള്ളം വിടാത്ത എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ. എന്തോരം ചത്തു പൊങ്ങി കിടക്കണെന്നാ. മണവും ഒരു സ്ഥലത്തിരിക്കാനും ചോറിനാനും പറ്റൂല. അപ്പം തന്നെ വാൾ വെക്കുന്ന ആൾക്കാർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ചത്തു പൊങ്ങിയ ആൾക്കാർ കോരിക്കൊണ്ടേ കടയിൽ കൊണ്ടേ കൊടുത്തു. അതും മറ്റുള്ളവർ കഴിക്കുമല്ലേ, പക്ഷെ അവർക്കറിയില്ലല്ലോ ഇത് കെമിക്കലുള്ളതാണ്. പിന്നെ ഫിഷ് മാർക്കറ്റിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അത് ഐസിട്ട് മൂടി വയ്ക്കും. നമസ്കാരം. പെരിയാറിൽ വിഷമാലിന്യങ്ങൾ ഒഴുക്കിയത് മൂലം മീനുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് പുറത്തു വന്നത്. മറുനാടിനടക്കമുള്ള മാധ്യമങ്ങൾ ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. ഈ പുഴയുടെ വഴികളിലെല്ലാം ഓരങ്ങളിലെല്ലാം ഈ മീനുകൾ ചത്തു പൊങ്ങിക്കിടക്കുകയാണ്. ഇതുമൂലം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നത്. ചീഞ്ഞ് നാറി ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. പലർക്കും ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല. ഈ പുഴയുടെ വശങ്ങളിൽ താമസിക്കുന്ന വീട്ടുകാരെല്ലാവരും തന്നെ മൂക്ക് പൊത്തിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇതിനെതിരെ സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ ഒരു നടപടി എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഞാനിപ്പോൾ കടമുക്കുടി ഗ്രാമപഞ്ചായത്തിലെ പുതുച്ചേരി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഈ പെരിയാറിൻ്റെ കൈവഴിയിൽ ഓരത്ത് താമസിക്കുന്ന ആൾക്കാരെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് എന്നാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടുത്തെ സമീപവാസിയായുള്ള രത്നപ്പൻ എന്ന ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടാ, ഈ മീൻ ചത്ത് കിടക്കുന്നുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾക്കുള്ളത്? മീൻ ചത്ത് കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഇവിടെ ചീഞ്ഞ് നാരിട്ട് കിടന്നില്ല. നേരിട്ട് നിങ്ങൾക്ക് കാണാവുന്ന സംഭവമാണ്. 2 ദിവസമായി കിടന്ന് കഷ്ടപ്പെടുന്നു. ഇറക്കത്താണ് ഈ പോണില്ല. അതൊരു പാലത്തിൻ്റെ ഒരു മറുകടായിട്ട് ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാമോ? മാറ്റാൻ പഞ്ചായത്തുകാരോ അല്ല ആരോഗ്യവകുപ്പ് അധികൃതർ ആരും വന്നിട്ടില്ല. ഇവിടെ ഒരു ആളും വന്നിട്ടില്ല. പുഴ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങാട് ഇറക്കത്ത് പോവും, ഏറ്റത്തിങ്ങാട് കയറി വരും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ തട്ടിയിരിക്കും. ഇവിടെ തന്നെ തട്ടിയിരിക്കുകയാണ്. എല്ലാം മറുകടയിൽ തട്ടിയിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ഇതിൽ നിന്ന് വന്നിട്ട് കോരിക്കളയാൻ എങ്ങാണെങ്കിൽ മാർഗം കൊണ്ടുപോയി കരപ്പേല കുഴിച്ചിടാൻ വേണ്ടി നടപടി ഇവിടെ സ്വീകരിച്ചിട്ടില്ല. പുഴയോരത്തുള്ള ആൾക്കാർക്ക് വളരെ കഷ്ടപ്പെടാൻ. ചേരാമല്ലൂർ, ചേനൂർ, പേഴല, പുതുശ്ശേരി, കടമക്കുടി, വാങ്കള്ളി, ഈ മറുകടയായ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുക. ഈ ഞങ്ങളായ കടവോരത്ത് താമസിക്കുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടാണ്. പകർച്ചവ്യാധി ഭീഷണിയാണ്. പകർച്ചവ്യാധി ഭീഷണി ഉണ്ടാവും. വെള്ളത്തിലാണ് ഇത്തിരി മാലിന്യമായിട്ട് കാണുന്നത്. പൈപ്പിലെ വെള്ളവും മോശമാണ്, കലക്കൽ വെള്ളവും. ഒരാളും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ആദ്യമായിട്ടാണോ ഇത്രയും മീൻ ചത്തൊരു ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും മീൻ ചത്തു പൊങ്ങിയത്. മീൻ എന്ന് വെച്ചാൽ ഇതുവരെയും കാണാത്ത മീനൊക്കെയാണ് പൊങ്ങിക്കിടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാതെ ഇവിടെ കിടക്കണം. നീ ഫോട്ടോ എടുത്ത് നോക്കും. ഈ മൂലൊക്കെ കിടക്കുന്ന മീൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്മെല്ലടിക്കണ്ട. ഇതുവരെ ഒരു നടപടി പോലും പഞ്ചായത്ത് ആരും വന്നിട്ടില്ല. മണവും കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ആ മൂലക്കൂടി ചെല്ലാൻ പറ്റില്ല. ഒരു സ്ഥലത്തോട്ടും ചെല്ലാൻ പറ്റില്ല. ഛർദ്ദിച്ച ആളുകൾ ഭയങ്കര ഇതായിട്ട് വന്നിട്ട് ഇതുപോലത്തെ ഈ മീൻ ഇതുവരെ പൊങ്ങിയിട്ടില്ല. ഭയങ്കര ഇതായിട്ടാണ് നിൽക്കുന്നത്. മണവും ഒരു സ്ഥലത്തിരിക്കാനും ചോറിനാനും പറ്റില്ല. അപ്പം തന്നെ വാൾ വെക്കുന്ന ആൾക്കാർ കടവിൽ തന്നെ ഈ മൂലൊക്കെ തന്നെ കുറേ ഒരുപാട് പൊങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഈ പഞ്ചായത്തുകാരും വന്നില്ല, അന്വേഷിക്കണില്ല, കോരിപ്പിക്കുന്നില്ല. ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതിപ്പോൾ അവർ ഈ പഞ്ചായത്തുകാർ തന്നെ എന്തെങ്കിലും കാണിക്കണം. എന്തെങ്കിലും പൈസ ആൾക്കാർക്ക് കൊടുത്താൽ അത് കോരിക്കളഞ്ഞ് എവിടെയെങ്കിലും കരപ്പിൽ കുഴിച്ചു മൂടാനുള്ള സംവിധാനം നോക്കണമല്ലോ. അതെന്ത് അതായത് മൂലൊക്കെ കിടക്കരുത്. ഇതിങ്ങനെ തന്നെ നേരിട്ട് കണ്ടുപോയി സംഭവം ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിക്കോ. തള്ളിക്കളഞ്ഞിട്ട് പോണില്ല. കോരി വല വെച്ച് കോരി എവിടെയെങ്കിലും കുഴിച്ചു മൂടാനുള്ള സംവിധാനം നോക്കണം. ഇത്രയും മീനൊക്കെ പൊങ്ങി കിടന്നിട്ട് കാക്കയും പരന്തായിട്ട് തിരിഞ്ഞും കൂടി നോക്കേണ്ടത്. അത്രക്ക് ഇത് ആ ചീഞ്ഞതിൻ്റെ ഇതിലാണ് അതെടുത്ത് കൊണ്ടുപോകാത്തത്. വിഷമാണിക്കും. അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ കാക്കയാണ് നീർക്കാക്ക മുങ്ങിത്തപ്പണം, അവന് പോലും വേണ്ട. പട്ടിണിയിലായിട്ട് ഇപ്പം അവർ നോക്കിയിരിക്കണ. അതേ തെങ്ങും വരും. അവർ മീൻ പിടിച്ച് ജീവിക്കുന്നതാണ് ഈ നീർക്കാക്ക എന്ന സാധനം. അതും കൂടെ പോലും പട്ടിണി ദുരിതത്തിൽ ഇങ്ങനെ ആകെ എപ്പോഴായിട്ട് കിടക്കുകയാണ്. ഇത്ര കെട്ടുകളിൽ ഈ വിഷവെള്ളം കാരണം അവർക്ക് വലവാക്കാൻ സാധിച്ചിട്ടില്ല. ഈ വിഷവെള്ളം കയറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന ചെമ്മീൻ ചത്തുപോകും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും എല്ലാം. പ്രകൃതിക്ക് പോലും മനസ്സിലായി ഇത് വിഷമാണ്. പ്രകൃതിക്ക് പോലും മനസ്സിലായി ഇത് വിഷമാണെന്ന്. ഉദ്യോഗസ്ഥർക്ക് ആർക്കും മനസ്സിലാകുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ഇതിന് നടപടി എടുത്തിട്ടില്ല. ഇതൊരു ഭയങ്കര കൊലച്ചതിയാണിത്. ഏത് കമ്പനിയിൽ നിന്നാണ് അതിൻ്റെ ഇത് ചെന്ന് അവിടെ നിന്ന് വെള്ളം ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് ഇരിക്കാനൊരു സംവിധാനം ചെയ്യുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ധർണയൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് മീനൊക്കെ എടുത്ത് കയറുണ്ടായി. ഇതിൽ കാണിക്കേണ്ട ചാനലിൽ കാണിക്കേണ്ടത്. ഇത് കാണിത് കണ്ടുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടായി ഈ കാഴ്ച കാണാൻ? ഇവിടുത്തെ കടവേരിയെ താമസിക്കുന്ന എന്തോരം ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പറ്റി. പിള്ളേരുള്ള സ്ഥലവും കൂടെ, കൊച്ചു പിള്ളേരുള്ളതാണ്. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കായലിൽ കിടക്കുന്ന കാഴ്ച
ഇതുവരെ ഒരു മെമ്പർമാരായിട്ട് ആരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും മീൻ കിടക്കുന്ന ഏറ്റവും കൂടുതൽ വില പിടിച്ച മീനാണ് പ്രാഞ്ഞി എന്ന് പറഞ്ഞ സാധനം. ഈ കാണുന്ന മീൻ 300 മാർക്കറ്റിൽ നമ്മുടെ നേരിട്ടെടുക്കുകയാണ്. അത് അവർക്കിടെ ഇത് കഴിഞ്ഞിട്ട് അവർ 350 രൂപ വിൽക്കുന്ന സാധനമാണ് ഈ കിടക്കണം. കാഴ്ച കംപ്ലീറ്റ് മീൻ പ്രാഞ്ഞീനാണ്. പ്രാഞ്ഞീൻ, കൂരി, മറ്റേത് അടിയിൽ ചെമ്മീൻ മൂലം കിടക്കണം. നാരഞ്ചെമ്മീൻ എന്ന് പറയാൻ കിടക്കുന്ന സാധനങ്ങൾ ഇല്ല കണ്ട ചത്ത് കിടക്കുന്ന നാരഞ്ചെമ്മീനാണത്. 300-350 രൂപ വിലയുള്ള സാധനമാണ് ഈ കിടക്കുന്നത്. ഇനി ഇവിടെ പുഴയിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഒരു 5 മാസമെങ്കിലും ആണ് അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ തന്നെ. അതിന് മാത്രം കഷ്ടത അനുഭവിക്കുകയാണ്. വേറെ ആൾക്കാരാണ് ചൂണ്ടിയിട്ടും ജീവിക്കുന്ന ആൾക്കാരുണ്ട്, വീശിപ്പിടിക്കുന്ന ആൾക്കാരുണ്ട്, തപ്പാൻ പോണ ആൾക്കാരുണ്ട്. എല്ലാവരും ദുരിതത്തിലേക്കാവും. പക്ഷെ കോതാട് ഫെറിയില്ലേ, അവിടെ ഒത്തിരി ഉണ്ട്. ഭയങ്കര സ്മെല്ലുമാണ്. ശരിക്കും കരയ്ക്ക് അടിഞ്ഞേക്കുക. എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ. രോഗം ഉണ്ടാവില്ലേ പിന്നെ? ഇത്രയും ചത്തുപൊങ്ങി ചീഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ ശ്വസിക്കുന്നു. ആ ഒരു സ്മെല്ല് എല്ലാം ഉള്ളതല്ലേ ഉണ്ടാവും. സർക്കാരൊന്നും ഇതെടുത്ത് മാറ്റാനുള്ള ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി അതിനുള്ള റൂള് വരേണ്ടതല്ലേ? ഇത്രയും പുഴയിലോട്ടൊക്കെ ഇങ്ങനെ കെമിക്കൽസ് വരുമ്പോഴത്തേക്കും അതിനുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതിനനുസരിച്ചുള്ള റൂൾസും കാര്യങ്ങളും വരേണ്ടതാണ്. മീറ്റർ ഭയങ്കര നാട്ടോളും. ഇപ്പം ഞാൻ ഇറങ്ങിയൊക്കെ തള്ളിക്കളഞ്ഞാണ് ഈ കൂടിൻ്റെ പരിസരത്തൊക്കെ കിടന്നിട്ട്. വിഷവെള്ളം വിടാത്ത എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ. ഇല്ല, ഇവിടെ മണം കൊണ്ട് നിൽക്കാൻ പറ്റേണ്ട. പണ്ടാറിലങ്ങനായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? ഭയങ്കര മണമാണ്. ഇപ്പം ഇത്ര നേരം നിന്ന് കോരയായിരുന്നു. ഉച്ചക്കൊടങ്ങി കോരി കളയണമായിരുന്നു. എന്തോരമാണ് ചത്തു പൊങ്ങി കിടക്കണമെന്നാ. ഞങ്ങളുടെ താറാൻ കൂട്ടിലാണ് കിടക്കണതേ. താറാവിനും ചിലപ്പോൾ ആ വിഷവെള്ളം കുടിച്ച് പിന്നെ അന്ന് ഇതുപോലെ തന്നെ വിട്ടപ്പോഴും ഇതുപോലെ താറാവൻ ചാറിന് ചത്തി. ഇനിയിപ്പോൾ അതൊക്കെ താറാനെ കൂടെ ഇട്ടിട്ടില്ല. ഞങ്ങൾ താറണം പേടിച്ചിട്ട് കുറേ കിടപ്പുണ്ട്. ഇതൊക്കെ സർക്കാർ വാരി കളയണ്ടല്ലേ? ആ സർക്കാർ വാരണം. സർക്കാർ ചെയ്യണേൻ്റെയാണ് ഇങ്ങനെ കിടക്കണത്. സർക്കാർ ചെയ്യും, ഒരുപാട് ചത്താലും ചെയ്യൂല സർക്കാർ. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ചത്തുവങ്ങി ആൾക്കാർ കോരിക്കൊണ്ടേ കടയിൽ കൊണ്ടേ കൊടുത്തു, വിറ്റ് കാശാക്കി. പിന്നെ എന്ത് ചെയ്യാനാ? അവർക്ക് കാശായിപ്പോയല്ലേ. 500 രൂപയുടെ സാധനത്തിന് അവർ 100 രൂപയും കൊടുത്ത് അവരെ വിട്ട്. അവർ നാളെ 2-3 ദിവസം കഴിയുമ്പോൾ അത് ഐസ് ചെയ്ത് വെച്ച് അവർ അടുത്ത 600 രൂപ അവർ വിൽക്കും. അവർ രക്ഷപ്പെട്ട്. മീൻകാരൊക്കെ രക്ഷപ്പെട്ടു. കഴിക്കുന്നവരുടെ അവസ്ഥ കഴിക്കുന്നവരുടെ അവസ്ഥ കഴിക്കേണ്ട അവസ്ഥയെ ദൈവത്തിനറിയാം. ചാവും തന്നെ. 1 മാസത്തൊക്കെ തന്നെയാണ് 2 കിലോ അരി ഒരാൾക്ക്. അതിപ്പോൾ ഇനി ചത്തു കഴിഞ്ഞാൽ അവർക്ക് അന്ന് തരണ്ട. അത്രയേ ഉള്ളൂ സർക്കാരുടെ. ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാണ്? അല്ല പാവപ്പെട്ടവരൊക്കെ ചാവും, അല്ലാത്ത ആൾക്കാർക്ക് രക്ഷപ്പെടും. ഇനിയിപ്പോൾ ഒരെണ്ണം പുഴയിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തോരം സമയം എടുക്കും? എത്ര ആളുകളുടെ ജീവനോപാധിയാണ്. അതൊന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. മീനൊക്കെ പലതും വിറ്റ് കാശ് അതും ഉണ്ട് സൈഡിൽ കൂടി. അതും മറ്റുള്ളവർ കഴിക്കുമല്ലേ, പക്ഷെ അവർക്കറിയില്ലല്ലോ ഇത് കെമിക്കലുള്ളതാണ്. പിന്നെ ഫിഷ് മാർക്കറ്റിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അത് ഐസിട്ട് മൂടി വയ്ക്കും. അവരും അത് പുറത്തേക്ക് പറയുന്നില്ലല്ലോ, ഇതിങ്ങനെ വന്ന മീനാണെന്നുള്ളത് അവരും പറയുന്നില്ല. അവരും അത് വിറ്റ് കാശാക്കുന്നു. എന്തെങ്കിലും അറിയിപ്പ് സർക്കാരിൻ്റെ ഉണ്ടായിരുന്നോ മീൻ എടുക്കരുതെന്നോ? ഇന്നലെ വൈകിട്ട് മാത്രം ഇതിലൂടെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു, ആരും മീൻ വാങ്ങരുത്, കഴിക്കരുത് എന്നുള്ളത്. ഇവിടെ ഉള്ളവർ വാങ്ങത്തില്ല, പുറത്തുള്ളവരെ വാങ്ങുന്നത്. ഇവിടെ ഉള്ളവർ വാങ്ങില്ല, പക്ഷേ വെച്ചാൽ പുറത്തുനിന്നുള്ളവർക്ക് അറിഞ്ഞൂടല്ലോ ഇത് ഇങ്ങനെ വന്നേക്കുന്ന മീനാണെന്നുള്ളത്. അപ്പോൾ അവർ വാങ്ങും എന്തായാലും. ഇവിടെ ഉള്ളവരെന്തായാലും വാങ്ങില്ല. എടയാറിലെ റെഗുലേറ്റർ ബ്രിഡ്ജ് തുറക്കുമ്പോഴാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടത്തോടെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത്. പെരിയാറിൻ്റെ കൈവഴിയിലെല്ലാം ഇത് വ്യാപകമായി സ്പ്രെഡ് ആവുകയാണ്. അതിനുശേഷം ഈ മീനുകളെല്ലാം കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളെല്ലാം ഇപ്പോൾ കണ്ടത്. ഈ അടുത്തിടെയൊന്നും, അതായത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇത്തരത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയിട്ടില്ല. ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല മത്സ്യങ്ങൾ പോലും ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെയൊന്നും കണ്ടിട്ടില്ല. ആ മത്സ്യങ്ങൾ പോലും ചത്തുപൊങ്ങിയിരിക്കുകയാണ്. ആ രീതിയിലാണ് ഈ പുഴയുടെ അടിത്തട്ടിൽ, അതിൻ്റെ അടിത്തട്ടിലുള്ള ഈ ചെളിയിൽ വസിക്കുന്ന മീനുകളടക്കം ചത്തുപൊങ്ങിയിരിക്കുകയാണ്. അത്ര മലിനമായിരിക്കുകയാണ് പെരിയാറ്. എന്നിട്ടും ഈ വിഷം കഴിച്ച, അല്ലെങ്കിൽ ഈ വിഷം മൂലം ചത്തുപൊങ്ങിയ ഈ മീനുകളെ ഒന്നും കൃത്യമായി സംസ്കരിക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്നില്ല. അതിനി ഏത് രീതിയിലാകും ജനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. എന്തായാലും പഞ്ചായത്ത് അധികൃതരും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് അധികൃതരെല്ലാവരും ഇതിൽ ശക്തമായി ഇടപെടണം. ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന ഈ മീനുകളൊക്കെ കൃത്യമായി സംസ്കരിച്ച് ആളുകളെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമെന്നാണ് നാട്ടുകാരെല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.